Alhamdulillah Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ പൂർണ്ണ സമാധാനവും പൂർണ്ണ സംതൃപ്തിയും അത് ലക്ഷ്യമാക്കിക്കൊണ്ട് സത്യവിശ്വാസികൾ ഏറ്റവും ബുദ്ധിപരമായ ഒരു നീക്കമാണ് ദീനിയായ ജീവിതം നയിക്കുന്നതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ ആര് എന്നതിൻ്റെ ഉത്തരം ദീനനുസരിച്ച് ജീവിക്കുന്നവർ എന്നാണ്. എന്നാൽ ദുനിയാവിൻ്റെ പളപളപ്പിൻ്റെ കോണിൽ നോക്കുമ്പോൾ ദീനനുസരിച്ച് ജീവിക്കുക എന്നത് അംഗീകരിക്കുമെങ്കിലും അതുമാത്രം മതിയോ തുടങ്ങിയ ചോദ്യങ്ങളിലൂടെ അതിനെ നിസ്സാരവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ. ആഖിറത്ത് എന്ന് പറയുന്നത് അതാണ് ഖൈർ, അതാണ് ബാക്കിയാകുന്നത്, അവശേഷിക്കുന്നത്. അപ്പോൾ ഏതാണ് നമുക്ക് ഖൈർ എന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ കാര്യത്തിൽ അറിയുന്നത് നമ്മളെ സൃഷ്ടിച്ചവനാണ്. ആ സൃഷ്ടിച്ചവനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും ഖൈർ പരലോകത്തെ ആഗ്രഹിക്കലാണ്, ഒരിക്കലും നശിച്ചു പോകാത്ത നിത്യമായ ലോകത്തെ ആഗ്രഹിക്കലാണ്. വ അബ്ഖാ, അത് അവശേഷിക്കുന്നതാണ്, ബാക്കിയാകുന്നതാണ്. അതുകൊണ്ട് ആ ജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ നാം എത്രമാത്രം വിജയിച്ചു എന്ന് നാം പരിശോധിക്കണം. പ്രതികൂല സാഹചര്യങ്ങൾ ചുറ്റുഭാഗവും നിറഞ്ഞു നിൽക്കുമ്പോൾ അതോടൊപ്പം ദുന്യവിയായ സൗകര്യങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിക്കുകയും ചെയ്ത ഒരു മഹതിയെപ്പറ്റി വിശുദ്ധ ഖുർആൻ സൂറത്ത് തഹ്രീമിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിൻ്റെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് മാതൃകയായി വലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ
ഫിർഔനിൻ്റെ ഭാര്യ, പേര് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടില്ല. നമുക്കറിയാം ആസിയ ബീവിയാണ് എന്ന്. ഖുർആൻ പേര് പറഞ്ഞ ഒരൊറ്റ വനിത മാത്രമേ ഉള്ളൂ, മഹദിയായ മറിയം ബീവി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാളുടെയും പേര് വിശുദ്ധ ഖുർആനില്ല. അവിടുത്തെ മകളുടെ പേര് എന്നാൽ അവരെക്കുറിച്ചുള്ള പരാമർശം വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ ഫിർഔനിൻ്റെ ഭാര്യയിൽ അവരെ അള്ളാഹു ഉദാഹരിക്കുകയാണ്. സത്യവിശ്വാസികൾക്കുള്ള മാതൃകയായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇംറഅത്ത ഫിർഔനിൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നു. ഇത് ഖാലത്ത്, ആ ഹാസിയ ബീവി എന്താ പറഞ്ഞത്? അവിടുന്ന് ദുആ ചെയ്തു, റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന, അല്ലാഹുവേ നിൻ്റെ അടുത്ത് എനിക്ക് നീ ഒരു ബൈത്ത്, ഒരു വീട് നൽകണമേ എന്ന്. എവിടുന്നാണ് ഇത് ദുആ ചെയ്യുന്നത്? എവിടെയാണ് ആസിയ ബീവി ഉള്ളത്? ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ. ഒരു രാജാവിൻ്റെ ഉന്നതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് പിന്നെ ഏത് വീടാണ് അവർ ചോദിക്കുന്നത്? അഥവാ അവരുള്ളത് ഏറ്റവും ഉന്നതമായ സൗകര്യത്തിലാണ്. ആ ഉന്നതമായ സൗകര്യം യഥാർത്ഥ സൗകര്യമല്ലെന്നും അത് നിലനിൽക്കുന്നതല്ലെന്നും ആ വീടിൻ്റെ ഉടമസ്ഥനായ ഫിർഔൻ, അടുത്ത വാചകം അതാണ്, അടുത്ത ഭാഗം അതാണ്, വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, അല്ലാഹുവേ എൻ്റെ ഭർത്താവിൽ നിന്ന് അഥവാ ഫിർഔനിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ. വനജ്ജിനി മിനൽ ഖൗബി ളാലിമീൻ, ക്രമം തെറ്റി ജീവിക്കുന്ന അക്രമികളായ ആളുകളിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് സൗകര്യങ്ങളുടെ ഉത്തുംഗതയിൽ നിന്നുകൊണ്ട് ഒരു മഹദി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയാണ്. വലിയ പാഠങ്ങളാണ് സഹോദരീ സഹോദരന്മാരെ ഇതിൽ നമുക്കുള്ളത്. നമ്മൾ സൗകര്യങ്ങളിലെത്തി, പടച്ചോനെ വല്ലാതെ അനുഗ്രഹിച്ചു, ഞാനിങ്ങനെ AC-യിൽ പോവുക, പറയാൻ പറ്റില്ല. നിന്നെ അല്ലാഹു ഈ ലോകത്ത് അനുഗ്രഹിച്ചു എന്നത് ശരി, അത് നിനക്ക് ഉഹറവിയായ ജീവിതത്തിലുണ്ടോ? ഖബറിൽ നിൻ്റെ അവസ്ഥ എന്തായിരിക്കും? പരലോകത്ത് നിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവിടുന്നാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ സൗകര്യം ഒരു പരീക്ഷണമാണ്, ഇതൊരിക്കലും ശാശ്വതമല്ല, ഇതിൽ എനിക്ക് അഭിരമിക്കാൻ പറ്റില്ല എന്ന മറിയം ബീവിയുടെ തിരിച്ചറിവ്. ആരാണ് മറിയം ബീവി? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, സത്യവിശ്വാസികൾക്ക് മാതൃക. സത്യവിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കുള്ള മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആസിയ ബീവിയെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഈ ലോകത്ത് നമ്മിൽ ഭൂരിപക്ഷം ആളുകൾക്കും വീടുണ്ടാകും. ഇനി വീടില്ലാത്തവർ, വീടിൻ്റെ കാര്യമായിരിക്കും അവർക്ക് ഏറ്റവും വലിയൊരു ടെൻഷൻ. അങ്ങനെ വീടില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തമായൊരു വീടുണ്ടാകാനുള്ള തൗഫീഖ് എത്രയും പെട്ടെന്ന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിയാം, വീടുണ്ടാകാത്ത അവസ്ഥയിൽ നമ്മളെങ്ങനെയായിരുന്നു, ഇപ്പോൾ വീടുള്ള അവസ്ഥയിൽ നമ്മൾ എങ്ങനെയായിരുന്നു, അത് ചിന്തിക്കുമ്പോഴാണ് ഒരു വീടിൻ്റെ പ്രാധാന്യവും വലിപ്പവും അതിൻ്റെ ഒരു മഹത്വവുമൊക്കെ നമുക്ക് ബോധ്യമാവുക. അപ്പോൾ അത്രയും വലുതാണ് ഒരു വീടുണ്ടാവുക. എന്നാൽ സ്വർഗത്തിൽ നമുക്കൊരു വീടുണ്ടാവുക, ഇതാണല്ലോ മറിയം ബീവിയുടെ ദുആ. പടച്ചോനെ എനിക്ക് സ്വർഗത്തിലൊരു വീട് നൽകണേ എന്നാണ് ഈ ദുനിയാവിലെ ഏറ്റവും സൗകര്യമുള്ള ഒരു വീട്ടിൽ നിന്ന് പ്രിയപ്പെട്ട ആസിയ ബീവി നിരന്തരമായി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആസിയ ബീവിയുടെ, ഫിർഔനിൻ്റെ ഭാര്യയുടെ ഈ പ്രാർത്ഥനയിൽ നമുക്കുള്ള പാഠം പഠിക്കുവാൻ, ആ ഒരു വീട് ലഭ്യമാകുന്ന അവസ്ഥയിലാണോ നമ്മുടെ ജീവിതം എന്ന് പരിശോധിക്കുവാൻ സഹോദരീ സഹോദരന്മാരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ ലോകത്ത് അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വന്നുപെടുമ്പോൾ ആ അനുഗ്രഹങ്ങൾക്കപ്പുറത്ത് നിത്യമായ അനുഗ്രഹം എനിക്ക് ലഭിക്കാൻ ഇത് തടസ്സമാകുമോ എന്ന പേടി ആസിയ ബീവിയുടെ ഭയത്തിൽ ഉണ്ട്. കാരണം അവർ രക്ഷ തേടുന്നത് സ്വന്തം ഭർത്താവിൻ്റെ ഷർറിൽ നിന്നാണ്. അവർ രക്ഷ തേടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നാണ്. അവർ രക്ഷ തേടുന്നത് രാജാവിനോടൊപ്പമുള്ള ജനങ്ങളിൽ നിന്നാണ്. അവരുടെ അക്രമങ്ങളിൽ നിന്നാണ് അവർ രക്ഷ തേടുന്നത്. അപ്പോൾ നാം ഒക്കെ ജീവിക്കുന്ന സാഹചര്യം, ആ സാഹചര്യം നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണോ നാം ചിന്തിക്കണം. എങ്കിൽ ആ സാഹചര്യത്തെ ഒഴിവാക്കുവാൻ,
അതാണ് ആസിയ ബീവിയുടെ പ്രാർത്ഥന. ആ സാഹചര്യത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണം. എൻ്റെ ഭർത്താവായ ഫിർഔനിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അദ്ദേഹത്തോടൊപ്പമുള്ള അക്രമികളായ ജനങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തണം. ദുആഇൻ്റെ തുടക്കത്തിലോ പടച്ചോനെ സ്വർഗത്തിൽ നീ എനിക്കൊരു വീട് തരണം എന്നുമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് സാഹചര്യമാണെങ്കിലും ആ സാഹചര്യം നമ്മുടെ നിത്യമായ ജീവിതത്തിന് എതിരാണോ, സ്വർഗത്തിലൊരു വീട് കിട്ടുന്നതിന് എതിരാണോ എങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പുനരാലോചിക്കണം. എന്നിട്ട് റബ്ബിൻ്റെ അടുത്ത് സ്വീകാര്യമായ ഒരു വരവേൽപ്പ് നമുക്ക് ലഭിക്കുവാൻ ആവശ്യമായ നിലപാടിലേക്ക് സഹോദരീ സഹോദരന്മാരെ നാം സ്വീകരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സ്വർഗത്തിലൊരു വീട് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നിടത്ത് ഏറ്റവും പ്രധാനമായി പഠിപ്പിക്കുന്നത് ലാകിനില്ലദീന തഖൗ റബ്ബഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ച ആളുകളെക്കുറിച്ച് പറഞ്ഞെടുത്ത് തഖ്വ എന്നതാണ്. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേട്ടുകൊണ്ടിരിക്കുന്ന തഖ്വ, എല്ലാ നോമ്പിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന തഖ്വ, ഇബാദത്തുകളുടെ മൊത്തം ലക്ഷ്യം തഖ്വ നേടലാണ്. അപ്പോൾ തഖ്വ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഹാവഭാവങ്ങളല്ല നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അത് എല്ലാ ജീവിതത്തിൻ്റെ നമുക്ക് ബോധമുള്ള എല്ലാ സന്ദർഭവുമായി, എനിക്കും നിങ്ങൾക്കും ബോധമുള്ള, ഉറങ്ങുമ്പോൾ ബോധമുണ്ടാവില്ല, നമ്മുടെ വസ്ത്രം മാറിപ്പോയാൽ നമ്മൾ അറിയില്ല, അതല്ലാത്ത മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്കുണ്ടായി, ആ രോഗാവസ്ഥകൾ മാറ്റി നിർത്തിയാൽ നമുക്ക് ബോധമുള്ള സർവ്വ സന്ദർഭങ്ങളിലും നമ്മളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് തഖ്വ. ഒരു വ്യക്തിയെ കാണുന്നിടത്ത് തഖ്വയുണ്ട്. ആ വ്യക്തിയെ കാണുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന നിലപാട് എന്തോ അത് സ്വീകരിക്കണം. ഞാനിപ്പോൾ കുറച്ച് മാനസിക പ്രയാസത്തിലാണ്. ഇന്ന് വൈകുന്നേരം എത്ര ലക്ഷം കൊടുക്കാൻ്റെ പൂർത്തിയായിട്ടില്ല. പക്ഷെ ആ വരുന്ന ആൾ അതിന് ഉത്തരവാദിത്തമല്ലല്ലോ. എന്നോട് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെ പുഞ്ചിരിയോടുകൂടി കാണണം. അപ്പോൾ അവർക്ക് സ്വസ്ഥമായൊരു പുഞ്ചിരി കൊടുക്കാൻ, അവർ സലാം പറഞ്ഞാൽ മറക്കാനും അങ്ങോട്ട് സലാം പറയാനും ഷെയ്ക്കാൻഡ് കൊടുക്കാനും വിശേഷങ്ങൾ ചോദിക്കുവാനും നിങ്ങൾ ജനങ്ങളോട് ഹുസ്ന, നല്ലത് പറയണം. നിങ്ങൾ ജനങ്ങളോട് ഹുസ്നായത് പറയണം. അപ്പം ആ ഒരു വ്യക്തിയെ കാണുന്നിടത്ത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നിലപാട്, നരകത്തിൽ നിന്നും അകറ്റുന്ന നിലപാട്, ഒരു സാമ്പത്തിക ഇടപാടിലേക്ക് നമ്മൾ പ്രവേശിക്കും. അവിടെ അങ്ങനെ ദീനൊന്നും നോക്കിയാൽ ശരിയാവില്ല, ജീവിച്ചു പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞ് ലോണ്, അതൊരു പ്രശ്നമല്ല. അതൊക്കെ ഇല്ലാതെ ഈ കാലത്ത് നടക്കുമോ? അത് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അപ്പം അങ്ങോട്ട് തീരുമാനിക്കുകയാണ് പറഞ്ഞിട്ടുണ്ടാവുന്നു. അപ്പോൾ ഞാൻ ഏതൊരു നിലപാടാണ് എൻ്റെ ഈ സാമ്പത്തിക വിഷയത്തിലെടുക്കുന്നത്, ആ നിലപാട് റബ്ബിൻ്റെ അടുത്ത് ഞാൻ കുടുങ്ങുമോ? അതാണ് തഖ്വ. അപ്പോൾ ഒരു സാമ്പത്തിക ഇടപാട് നടക്കുന്നത് തഖ്വയുണ്ട്. വിശുദ്ധ ഖുർആൻ എടുത്ത് നമസ്കരിച്ചിരുന്ന് നമസ്കാരപ്പാഴയിൽ വെച്ചത് പാരായണം ചെയ്യൽ വലിയ പുണ്യമുള്ള കാര്യമാണ്, തഖ്വയാണ്. എന്നാൽ അത് മാത്രമല്ല തഖ്വ. ആ പാരായണം ചെയ്ത വിശുദ്ധ ഖുർആനിൽ സമ്പത്തുമായി ബന്ധപ്പെട്ടെടുത്ത് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. ഹലാലും തൊയ്യിബുമല്ലാതെ നമ്മൾ ഭക്ഷിക്കാൻ പാടില്ല, ഇടപാടുകളിൽ ഒരിക്കലും ഹറാമിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ആ നിലപാട് നമ്മുടെ ഇടപാടുകളിൽ സാമ്പത്തിക രംഗത്ത് വരണം. നമ്മുടെ സകാത്ത് തഖ്വയുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നതാ. കാരണം തഖ്വ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുക, നരകത്ത് നമ്മളെ അകറ്റുക. അപ്പോൾ നമ്മൾ സകാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇസ്ലാം കാര്യം 4 ഇങ്ങനെ ജീവിച്ചു പോവുക. മരിച്ചാൽ ഇസ്ലാം കാര്യം 4 മരിച്ചു, ഇസ്ലാം കാര്യം 5. ഇസ്ലാം കാര്യം 5, അതിൽ സക്കാത്തുണ്ട്. അപ്പോൾ എൻ്റെ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ സക്കാത്ത് ഞാൻ കൊടുക്കേണ്ടതുണ്ടോ എന്നറിയണമെങ്കിൽ കണക്ക് കൂട്ടണം. ആ കണക്ക് കൂട്ടേണ്ടത് അറബി മാസം വെച്ചിട്ടാണ്, ഇംഗ്ലീഷ് മാസം വെച്ചിട്ടല്ല. കാരണം അറബി മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ വ്യത്യാസമുണ്ട് ദിവസങ്ങളിൽ. അപ്പോൾ അത് വെച്ചുകൊണ്ട് കണക്ക് കൂട്ടി നോക്കുമ്പോൾ 4,20,012 റുപ്യ കൊടുക്കേണ്ടിട്ടുണ്ട്. 4 ലക്ഷത്തിയോ? അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. റബ്ബേ, ഇത് കണക്ക് കൂട്ടി കണ്ടുപിടിക്കാനുള്ള തൗഫീഖ് എനിക്ക് നീ നൽകിയല്ലോ. ഉഹുദ് മലയോളം അള്ളാഹു വളർത്തുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ സമ്പത്ത് നാളെ പരലോകത്ത് എനിക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ സന്തോഷത്തോടുകൂടി, അതാണ് രാവിലത്തെ ദിക്റുകളിൽ റളീതു ബില്ലാഹി റബ്ബൻ,
വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. അല്ലാഹുവിനെ എൻ്റെ റബ്ബായും ഇസ്ലാമിനെ എൻ്റെ ദീനായും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്നിലേക്കുള്ള പ്രവാചകനായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഭയങ്കര താല്പര്യത്തിൽ, ഇഷ്ടത്തിൽ, സന്തോഷത്തിലാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാ പിന്നെ വെള്ളിയാഴ്ചയാണ്, ഇനി പള്ളിയിൽ പോകണം, അതൊരു പണിയാണ്, എന്താ പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ, എല്ലാവരും പള്ളിയിൽ പോകണം, എന്നാൽ പിന്നെ പോകുന്നെ, അതൊരു പള്ളിയിൽ വരവാ. അൽഹംദുലില്ലാ, അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇന്ന് പള്ളിയിൽ ഇതിലൊരു സമയമൊക്കെ ഉണ്ട്, ദ്വാരക്കണം, കുറച്ച് ദിക്റൊക്കെ ചെല്ലണം, കയ്യെങ്കിൽ മുന്നോട്ട് ഒന്നാമത്തെ സഫിന് കിട്ടണം, അത് വേറൊരു പള്ളിയിൽ വരവാ. രണ്ടാളും പള്ളിയിൽ വരുന്നുണ്ട്, ഒരാളിങ്ങനെ പുറത്തൊക്കെ പോകാനുള്ള ഇതെപ്പോഴാണ് നിർത്തുക, നിങ്ങളെ ഉപദേശം എപ്പോഴാണ് നിർത്തുക? അങ്ങനെ ഒരാൾ ഇരുത്ത് പിടിക്കുന്ന അയാൾക്കും അയാൾ ചെലവഴിക്കുന്ന സമയവും കൃത്യമാണ്. അതല്ല, ഒരു സന്തോഷത്തോടു ഈ അമലിനെ കാണുന്ന ആൾ ചെലവഴിക്കുന്ന സമയമാണ്. ചില ആൾക്കാർക്ക് നിസ്കരിക്കുമ്പോൾ തിരക്കൂട്ടും, ഇമാമ് പോലും അറിയുന്നില്ല. ഇയാളിങ്ങനെ മറ്റേയാൾ മുമ്പിൽ സുജൂദ് പോയി കുത്തിരിക്കുകയാണ്, ഇയാളെന്താ സലാം വിട്ടാത്തത്, ഇയാൾ ബേജാറാകുന്നത് ഇമാമ അറിയുന്നില്ല. നിസ്കരിക്കുമ്പോൾ ഒരു കാരണവശാലും ഇമാമിനെ മുൻകടക്കാൻ പാടില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ എവിടേക്കായി ധൃതി? നമുക്കെന്തേ ഇബാദത്തുകളുടെ തഖ്വയുടെ വിഷയത്തിൽ ധൃതിയൊന്ന് മാറ്റിവെച്ചാൽ, ധൃതി മാറ്റിവെക്കുക, ഇതെൻ്റെ വിഷയമാണ്, എൻ്റെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടുന്ന ഈ വെള്ളിക്ക് ശേഷം അടുത്തൊരു വെള്ളിയുണ്ടോ? നമ്മുടെ ഒരു സഹോദരൻ വള്ളിപ്പൊയിൽ പ്രദേശത്ത് ഇന്നലെ രാത്രി മരണപ്പെട്ടു. അദ്ദേഹം വിചാരിച്ചിട്ടില്ല ഇന്നത്തെ വെള്ളി, ഇന്നത്തെ പ്രഭാതം, അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതം, ഇന്നത്തെ സൂറത്തുൽ കഹ്ഫ് ഓതാൻ അദ്ദേഹത്തിന് കഴിയില്ലെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അടുത്ത വെള്ളിയാഴ്ച ശരിയാകാമെന്നല്ല, ഇപ്പം ശരിയാകണം. കാരണം എത്രമാത്രം നമ്മൾ മുന്നോട്ട് പോകുമെന്നറിയില്ല. അതുകൊണ്ട് സ്വർഗത്തിലൊരു വീട് കിട്ടാൻ, നമ്മൾ സുരക്ഷിതമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം തഖ്വയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു. എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ആ തഖ്വയെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഫുകളൊന്ന് ശരിയാക്കുക. ബാക്കിൽ കുറച്ച് ആൾക്കാർക്ക് മുന്നോട്ടിരിക്കാൻ പറ്റും, കുറച്ച് കഴിഞ്ഞ ആൾക്കാർ പുറത്തു നിൽക്കുക, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഒന്ന് സഫുകളെല്ലാം ഒന്ന് വിടവുകൾ നികത്തിയിരിക്കുക. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപകടമായി പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലയിൽ അബദ്ധം പറ്റിപ്പോവുക എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലയിൽ അബദ്ധം പറ്റിയാൽ അമലുകളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അമലുകളൊക്കെ ധൂളികളായി പോകും. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർത്താൽ ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ അതിലൊരു ഭാഗമാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അതാ കാഹിനൻ, ഒരാൾ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ഭാവി പറയുന്ന ഒരാളെ സമീപിച്ചു. ആ സമീപിച്ച വ്യക്തി ഫസദ്ദഖഹു ബിമാ യഖൂൽ, ആ വ്യക്തി പറഞ്ഞ കാര്യം അയാൾ വിശ്വസിച്ചു. ഫഖദ് കഫറ അല അൻസല മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് ഇറക്കിയതിൽ ആ വ്യക്തി അവിശ്വസിച്ചിരിക്കുന്നു. എത്ര ഗൗരവമുള്ള കാര്യമാണ്. ഒരു കൈനോട്ടക്കാരൻ്റെ ജ്യോത്സ്യൻ്റെ ഭാവി പറയുന്ന ആളെ സമീപിച്ചാൽ 40 ദിവസത്തെ നമസ്കാരം നഷ്ടപ്പെടുമെന്ന് ഏത് മദ്രസയിൽ നമ്മൾ പഠിച്ചാലും, ഏത് സിലബസ് അനുസരിച്ചുള്ള ഏത് കൂട്ടായ്മയുടെ മദ്രസയിൽ പഠിച്ചാലും എല്ലാവരും പഠിക്കുന്നൊരു കാര്യമാണ്. ഈ കൈനോട്ടക്കാരെ ഭാവി പറയുന്ന ആളെ സമീപിച്ചാൽ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. ഈ ഹദീസിൽ പറയുന്നത് ആ വ്യക്തി പറയുന്നത് വിശ്വസിച്ചാൽ, അത് സത്യപ്പെടുത്തിയാൽ
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയതിൽ ആ വ്യക്തി അവിശ്വസിച്ചിരിക്കുന്നു. ഇനി എൻ്റെ ചോദ്യം, ഇത് മനസ്സിലാക്കേണ്ടവരാണ് മുസ്ലിം സമൂഹം. ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഒരു കൈനോട്ടക്കാരൻ വന്നിറങ്ങി. എന്നിട്ട് ആൾ ചോദിച്ചു, ഇതാരുടെ വീടാ? അത് അബൂബക്കർ എന്ന് പറയുന്ന ആളെ വീടാ. ഇത് ഫാത്തിമൻ്റെ വീടാ? അതോ അത് അഹമ്മദ് ഖാൻ്റെ വീടാണ്? എന്നാൽ ഞാൻ പോവുക. എന്നാൽ തിരിച്ചു പോകുമോ? കാരണം മുസ്ലിങ്ങൾ എന്താണ്, അവരെങ്ങാനും എന്നെ സമീപിച്ചാൽ, എന്നെ അവിടെ ഇരുത്തിയിട്ട് നാം കൈ കൊണ്ട് നീട്ടിയാൽ മതി, ഒരു 40 സംസ്കാരം പോകും. ഇനി ഞാൻ പറഞ്ഞ് വിശ്വസിച്ചാലോ ഒരു ഗാഫറുമായി പോകും. അതുകൊണ്ട് ഇവരാരും എൻ്റെ മുമ്പിലേക്ക് കൈ നീട്ടിത്തരില്ല എന്ന് പറഞ്ഞ് എൻ്റെയും നിങ്ങളുടെയും ഉമ്മമാരും പെങ്ങന്മാരും അയൽവാസികളും ഈ മുസ്ലിം ഉമ്മത്തും ഒരാളുടെയും മുമ്പിലേക്ക് കൈ നീട്ടില്ല. ഭാവി അറിയാൻ ഒരാളെയും സമീപിക്കില്ല നമുക്ക് പറയാൻ പറ്റുമോ? എന്നാൽ അവർ തിരിച്ചു പോവില്ല. ഇത് മാത്രമല്ല, ഇസ്ലാമിക വസ്ത്രധാരണത്തോടുകൂടി കൈ നീട്ടിക്കൊടുക്കും. അതാ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര ഗൗരവത്തോടു നബിയെ പറയുക, ആകാശഭൂമികളിൽ വഴിപറയുന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാതെ ആരുമില്ല. ആയിഷ ചോദിച്ചു, നബിയെ, എന്നിട്ട് ഒരു പറയുന്ന ചില കാര്യമൊക്കെ ശരിയാവുന്നുണ്ടല്ലോ. അപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? അത് പിശാച് കട്ട് കേട്ട് പറഞ്ഞു കൊടുക്കുന്നത്, അതിൽ യാതൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ എൻ്റെ പേരിന്നതല്ലെന്നൊക്കെ ഒന്ന് തട്ടിപ്പാവും. മറ്റേ ആൾ ഏജന്റുമാർ വിളിച്ച് പറഞ്ഞു കൊടുക്കാം, ഇപ്പം വരുന്ന ആൾ ഇന്നാളെ പേര്, അയാളെ കോലെന്നതാണ്, അയാൾ വീടുന്നതാന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും. മറ്റത് പിശാച് അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ചില വിവരങ്ങൾ, അതൊരിക്കലും ആ പൈശാചികമായ അത്തരം കാര്യങ്ങൾ. അതുകൊണ്ടാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിൽ വീഴേണ്ട കാര്യമില്ല, അതൊന്നുമല്ല. അപ്പം ഇനി ഞാൻ ആരെങ്കിലും അത് പറഞ്ഞാട് നിങ്ങളെ പറയുമ്പോഴൊന്നല്ല, ഞാൻ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊരാൾ പറഞ്ഞിരിക്കുക, നത്തിങ്, ഒന്നുമല്ല. അത് പൈശാചികമാണ്, പൂർണ്ണമായും പൈശാചികമാണ്. ഇപ്പം സമീപിക്കാൻ പറ്റുമോ? ഇല്ല. വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഒരവസ്ഥയിലേക്ക്, നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമാണത്, ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം. നോക്കൂ, യഥാർത്ഥത്തിൽ ഈ കണക്കാക്കാൻ പറ്റാത്ത അത്ര സ്വർണം ഒരു സ്ത്രീയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ്? ഈ അന്ധവിശ്വാസമാണ്. സഹോദരന്മാരെ, സ്വർണ്ണ ഇരട്ടിക്കോ? എല്ലാം പോട്ട്, സ്വർണ്ണമുള്ള ഒരു 100 പവൻ 200 പവനാവോ? അത് ചിന്തിക്കാനുള്ള ബുദ്ധി കിട്ടില്ല എന്ന് പറഞ്ഞാൽ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്, അവിടെ കാണാം ഹസ്തരേഖ എന്നൊക്കെ പറഞ്ഞിട്ട് 30 കാണുന്നില്ല. ശരി, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഞാനിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഞാൻ എങ്ങോട്ടാണ് ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്? അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, ചൂടാവുക ചെയ്യുന്നത്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറയാൻ പറ്റാത്ത ഒരാളപ്പം എൻ്റെ ഭാവി പറയുന്നത്. ഇനി വേറെ ചോദിക്കട്ടെ, എൻ്റെയും ഈ ഖുത്ബ കേൾക്കുന്ന നമ്മുടെ വീട്ടിലൊരു കൈനോട്ടക്കാരൻ വന്നു, നമ്മൾ കൈ നോക്കിപ്പോ? ഇല്ല. എന്നാൽ ഈ ഗേറ്റ് തുറന്ന്, ഞാൻ പറഞ്ഞ് ശരിക്കും ശ്രദ്ധിക്കണം, ഈ ഗേറ്റ് തുറന്ന് ഈ വീട്ടിലേക്ക് പോയി ബെല്ലടിച്ച് അവിടുന്ന് പുറത്തു വരുന്ന ആൾ എന്നോട് പറയുന്ന മറുപടി, ഇവിടെ കൈ നോക്കിക്കൂല, പൊയ്ക്കൊളിയാണ് എന്നാണ് പറയാൻ പോകുന്ന മറുപടി എന്നറിയാത്ത പൊട്ടൻ്റെ മുമ്പിലേക്ക് കൈ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർ. ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായില്ലേ? എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ ഒരു കൈനോട്ടക്കാരൻ വന്നാൽ നമ്മൾ എന്തു പറയും? കൈ നോക്കണ്ട, ഇവിടെ അങ്ങനത്തെ പരിപാടി ഇല്ലെന്ന് പറയില്ലേ? നമ്മൾ പറയാൻ പോകുന്ന മറുപടി അതാണെന്ന് അയാൾക്കറിയോ? ഇല്ല. അപ്പോൾ വലിയ വിവരം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? വലിയ ഉന്നതമായ ഡിഗ്രികൾ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഏറ്റവും വലിയ അറിവ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് IASന്റെ മുകളിലാണ്. അത് ലോകത്ത് ലഭിക്കാവുന്ന സർവ്വ അറിവുകളുടെയും മുകളിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയെ, അങ്ങ് പഠിക്കണം, മനസ്സിലാക്കണം, അറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അറിവിനെക്കുറിച്ച് പഠിക്കാൻ ആരോടാ വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദ് 47-ാം അധ്യായത്തിലൂടെ ആവശ്യപ്പെടുന്നത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. അപ്പം അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ വിവരങ്ങൾ പുറത്തു വരും, അതിനപ്പുറത്ത് എത്രയോ തട്ടിപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട്, എത്രയോ തട്ടിപ്പുകൾ. ആ തട്ടിപ്പുകളുടെ പിന്നിലുള്ള ചാലക ശക്തി അന്ധവിശ്വാസമാണ്. ഒരു പൂച്ച ഓടുമ്പോൾക്ക് മനുഷ്യന്മാർ പേടിക്കുക. ഒരു പൂച്ച അപ്പുറത്ത് അതൊരു എലിനെ കണ്ടതാണ്, എലിനെ പിടിക്കാൻ ഇപ്പം കാറ് തിരിച്ച് ഇന്ന് പോകുന്നില്ല. ആഹാര് വലിയ വിവരമുള്ളവനായി കാറ് തിരിച്ചത്. എന്തെല്ലാം തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലാണ് മുസ്ലിം സമൂഹം ഇന്ന് ആപതിച്ച് നിൽക്കുന്നത് സഹോദരങ്ങളെ. 13-ാം നമ്പർ പറ്റൂല. ആര് പറഞ്ഞു? എവിടുന്ന് കിട്ടി? എന്ത് മർമ്മ? ശരി,
13-ാം നമ്പർ മുസ്ലിങ്ങൾ ഒഴികെ ആരും എടുക്കൂല എങ്കിലും ഓക്കെ. എറണാകുളത്ത് നമ്മുടെ ജഡ്ജിമാരൊക്കെ താമസിക്കുന്നത് 13-ാം നമ്പർ ഇപ്പോഴും ഒഴിവാണ്, ആർക്കും കിട്ടും. അവിടെ എങ്ങനെ പറയാൻ പറ്റണം? മുസ്ലിങ്ങൾ ഒഴികെ വേറെ ആരും 13-ാം നമ്പർ എടുക്കുന്നില്ല. കാരണം മുസ്ലിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവരാണ്. അതാണ് മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ? ദീനിനെ ജീവിപ്പിച്ചവൻ. ആളുകൾ ദീനിൽ നിന്നും അകന്നു പോയപ്പോൾ അവിടുത്തെ ഇൽമിലൂടെ, ആരോഗ്യത്തിലൂടെ, അവിടുത്തെ സമ്പത്ത് ഉപയോഗിച്ച് അക്കാലഘട്ടത്തിൽ ദീൻ ഹയാത്താക്കാൻ ശ്രമിച്ച മഹാനാണ് അബ്ദുൽ ഖാദർ ജീലാനി എന്നറിയപ്പെടുന്ന മഹാൻ. അദ്ദേഹം പറയുകയാണ്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളെങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, നിങ്ങളുടെ മനസ്സുകളിൽ എത്രയെത്ര ഇലാഹുകളാണ്. കുല്ല ഷൈഇൻ തഅ്തമിദു അലൈഹി വതസ്ഖു ബിഹി മിൻ ദൂനില്ലാഹ് ഫഹുവ സനമുക, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഏതൊന്നിനെ ആശ്രയിക്കുന്നുവോ അവലംബിക്കുന്നുവോ അത് നിന്റെ മനസ്സിലുള്ള വിഗ്രഹമാണ്. റബ്ബിനു പുറമെ, റബ്ബിൽ നിന്ന് മാത്രം കിട്ടേണ്ട ഒരു കാര്യം റബ്ബല്ലാത്തവർക്ക് തരാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ മതി. അതോടുകൂടി ആ വ്യക്തി ആ വിശ്വസിച്ച അതിനെ വിഗ്രഹമാക്കി. നമ്മളൊരു അപകടത്തിൽപ്പെടുക, അപ്പോഴാണല്ലോ സാധാരണ പ്രാർത്ഥന വരുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ നമ്മളെ ഒരു ജിന്ന് രക്ഷിക്കുമെന്ന് വിശ്വസിച്ചാൽ മതി, അത് ശിർക്കായി. ജിന്നെ രക്ഷിക്കണേന്ന് വിളിക്കണ്ട. എന്നെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്നെ സഹായിക്കാൻ, എനിക്ക് ഉപകാരം ചെയ്യാൻ ഒരു ജിന്നിന് കഴിയുമെന്ന് വിശ്വസിച്ചാൽ തന്നെ അത് ശിർക്കാണ്. മുഹയ്യിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ഈ വിളി കേട്ട് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് എന്നെ സഹായിക്കുന്നതാണ്. ഈ ഷെയ്ഖിനെയാണ് ആൾക്കാർ വിളിക്കുന്നത്. ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി. വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഷെയ്ഖ് അവറുകൾ അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചു, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിഴച്ച അനുയായികൾ പിൽക്കാലഘട്ടത്തിൽ ഖാദിരിയ ത്വരീഖത്ത് എന്നൊരു ത്വരീഖത്തുണ്ടാക്കി അതൊരു മതമാക്കി മാറ്റി. എന്നിട്ട് ഷെയ്ഖ് അവറുകളെ തന്നെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറയുന്നത് പോലെയല്ല. ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ഭാഗത്ത് ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറുഭാഗത്തും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ് ഖനം തൂങ്ങുക എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട അബദ്ധങ്ങളാണ്. എത്ര വാർത്തകൾ നമ്മൾ കേട്ടു. ഞാൻ മരിച്ചാൽ എന്നെ മറമാടണ്ട, 4-ാം ദിവസം ഞാൻ എണീറ്റ് വരും. മാറാട് ഒരു കാലഘട്ടത്തിൽ അവിടെ പരിപാടികളേ പാടില്ലായിരുന്നു, കാരണം കലാപത്തിൻ്റെ സാഹചര്യം. പിന്നീട് നമ്മൾ കേൾക്കുന്നത് അവിടെ നിന്ന് ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം ഔലിയ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എന്നെ മറമാടാൻ പാടില്ല. പിന്നെ പുഴുത്തു നാറിയ ആ ദുർഗന്ധം സഹിക്കവയ്യാതെ മറമാടുന്ന അവസ്ഥ, വിശ്വാസത്തിൻ്റെ ദുർഗന്ധമാണ് അന്ന് യഥാർത്ഥത്തിൽ മാറാട് നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് സമൂഹത്തെ നിരന്തരമായി ബോധവൽക്കരിക്കുക. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നമ്മുടെ കുടുംബം, നമ്മുടെ സ്വന്തം കുടുംബം, നമ്മുടെ തറവാട്, നമ്മുടെ അടുത്ത ആൾക്കാർ, അവരാരെങ്കിലും വൈബ് അള്ളാഹു അല്ലാത്തവർ അറിയുന്ന വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ കുടുംബത്തെ നമ്മൾ സ്നേഹിക്കണം. അവർക്ക് ഈ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കണം. കൈനോട്ടക്കാരൻ്റെ മുൻപിലേക്ക് കൈനീട്ടാൻ പാടില്ല മോനെ എന്ന് മോനോട് പറഞ്ഞു കൊടുക്കണം, മോളോട് പറഞ്ഞു കൊടുക്കണം. കാരണം ഇത് ഈമാനുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ദീനിയായ കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും മനസ്സിലാക്കാനും വളരെ ബോധപൂർവം നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ അവസാന സന്ദർഭത്തിൽ ഏതൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിച്ചോ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുക എന്നത് ആഗ്രഹമില്ലാത്ത ആരാണുണ്ടാവുക? അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമുക്ക് ഒരു പ്രദേശത്തെ സഹായിക്കാനുണ്ട്. വൈത്തിരി എന്ന് പറയുന്ന വയനാട് ജില്ലയിലൊരു പ്രദേശം, അവരൊരു പള്ളിയുണ്ടാക്കി. പിന്നെ അവർക്കൊരാഗ്രഹം, ഒരു മദ്രസയുണ്ടാക്കണം. ആ മദ്രസക്ക് അവിടുത്തെ സാഹചര്യത്തിൽ മഴയും മറ്റും വന്നാൽ കുട്ടികൾ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിൽ അവർ മുകളിലൊരു ഷീറ്റിട്ട് പൂർത്തിയാക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഏകദേശം 1.25 ലക്ഷം രൂപ കൂടി ഉണ്ടെങ്കിലേ അവരുടെ പണികൾ പൂർത്തിയാവും. അവർക്ക് എടുക്കാവുന്നതൊക്കെ അവരെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട്
ഇന്ന് ബക്കറ്റിൽ നമ്മൾ പണം നിക്ഷേപിക്കുന്ന ആളുകൾ ആ ഒരു നെയ്യത്തോടു കൂടി ഒരു 500 രൂപ ഒരു ഷെയറാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അങ്ങനെ, അതിൻ്റെ എത്ര താഴെ കൊടുത്താലും നമ്മൾ കൊടുക്കുന്ന സംഖ്യക്കല്ല നമ്മുടെ ഒരു മൂല്യമുണ്ട് അള്ളാഹു, അതാണ്. അതുകൊണ്ട് എത്ര ചെറിയ സംഖ്യയുമാകാം, എന്നാൽ ഒരു 500 രൂപ നമ്മളൊരു ഷെയറായി നിശ്ചയിക്കുന്നു. അതോടൊപ്പം അതല്ലാത്ത ഒരു 10,000-ഓ 25,000-ഓ 5,000-ഓ ഒക്കെ സഹായിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ബന്ധപ്പെടണം. ആ സഹായം നമുക്ക് അവർക്ക് എത്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ദീനീ വിദ്യാഭ്യാസം ആ കുട്ടികൾക്ക് നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ പൂർത്തിയാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒട്ടേറെ പ്രയാസങ്ങളും വിഷമങ്ങളും സഹിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മാനസികമായ പ്രയാസങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, കുടുംബത്തിലെ പ്രയാസങ്ങൾ, രോഗങ്ങൾ. റബ്ബേ, എല്ലാം നിനക്കറിയാം. എല്ലാ വിഷയങ്ങളിലും ഏറ്റവും നല്ല ഒരു പര്യവസാനം നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രായമായ മാതാപിതാക്കളുണ്ട് റബ്ബേ, അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണമേ. രോഗികൾക്ക് നീ ശിഫ നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം വിശുദ്ധ ജീവിതം